Hi. Good morning. Good morning, my children. All are say to me good morning. All are stand and say good morning. Hi. Hi. Are you fine? All are fine today. Are we happy now? Okay. All are. How are you? How are you? I am fine. Thank you. ഓരോരുത്തരായി പറയൂ. How are you? I am fine. Thank you. Okay. What is your name? My name is Veena. Your English means what is your name? My name is Sana Mariam. What is your name? My name is Muhammad Adil. What is your name? My name is Naja Fatima. What is your name? Riba Ene. What is your name? Anamika Shajin. Okay. All are very well to say to your name. Okay. All are studied your name. Next step. I sing a rhyme. Rhyme എന്ന് പറഞ്ഞാൽ എന്താണ്? Rhyme എന്ന് പറഞ്ഞാൽ ഒരു song. Rhyme എന്ന് പറഞ്ഞാൽ means song. I sing a small rhyme, familiar song. എല്ലാവരും കേട്ടിട്ടുള്ള ഒരു റൈമാണ് മിസ് ഇപ്പൊ പാടാൻ പോകുന്നത്. Are you sleeping? Are you sleeping? Brother John, Brother John. Morning bells are ringing, morning bells are ringing. Ding dong bell, ding dong bell. Are you sleeping? ഈ സോങ്ങിൽ എന്താ പറയണേ? എല്ലാവരും ഉറങ്ങാണോ? നിങ്ങൾ ഉറങ്ങാണോ? Are you sleeping? Are you sleeping? ഒരു ബ്രദറും ഒരു സിസ്റ്ററും കൂടി വിളിക്കുകയാണ്. സിസ്റ്റർ ബ്രദറിനെ വിളിക്കുകയാണ്. നീ ഉറങ്ങാണോ? ഓള വേക്കപ്പ് വേക്കപ്പ് ഓള വേക്കപ്പ് എളി ഗോ ടു സ്കൂൾ. സ്കൂളിൽ പോകാൻ സമയമായി. എല്ലാവരും എഴുന്നേറ്റ് ഓള brush your teeth and wash your face and eat food, clean dress and then sit for study. ഇപ്പൊ ആരും സ്കൂളിൽ പോണില്ലല്ലോ. ഇപ്പൊ എല്ലാരും വീട്ടിലിരുന്ന് പഠിക്കല്ലേ. അപ്പൊ എല്ലാരും നേരത്തെ എഴുന്നേറ്റ് എന്ത് ചെയ്യണം? നേരത്തെ തന്നെ എല്ലാ എന്ത് ചെയ്യണം? ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചല്ലേ എല്ലാവരും ഇരിക്കുന്നത്. പിന്നെ എല്ലാവരും eat breakfast today. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ? Okay. All are fine today. Okay, next rhyme I will sing. Johnny, Johnny, yes papa, eating sugar, no papa, telling lies, no papa, open your mouth, ha ha ha. Johnny, ഇവിടെ എന്താണ് പറയണ? ഒരു പപ്പയും ഒരു മകനും ഒരു സണ്ണും കൂടിയുള്ള സംഭാഷണമാണ് ഇവിടെ പറയുന്നത്. അതായത് ജോണിയുടെ പപ്പ വിളിക്കുകയാണ് ജോണിനെ. ജോണി ജോണി എന്ന് വിളിച്ചപ്പോ എന്താ ഉത്തരം പറഞ്ഞത്? യെസ് എന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങള് മിസ് വിളിക്കുമ്പോ നിങ്ങൾ എന്താണ് ഉത്തരം പറയേണ്ടത്? യെസ് മിസ് എന്ന് പറയണം. എന്താ പറയാ? യെസ് മിസ്. ജോണി ജോണി എന്ന് വിളിച്ചപ്പോ പപ്പ എന്ത് ഉത്തരം പറഞ്ഞു? യെസ്. ജോണി പറയുന്നു യെസ് യെസ് പപ്പ. ഈറ്റിംഗ് ഷുഗർ. നിങ്ങൾ ഇന്ന് നീ ഷുഗർ കഴിച്ചോ? നീ പഞ്ചസാര തിന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നിങ്ങളോട് മിസ് ഇന്ന് ചോദിക്കുകയാണ്, all are eating breakfast? all are eating breakfast? Yes, all are eating breakfast. Okay, then പപ്പ ചോദിക്കുന്നു eating sugar? No പപ്പ. telling lies. നീ നുണ പറയാണോ? എന്താ ചോദിക്കുന്നത്? നീ നുണ പറയുന്നുണ്ടോ? അപ്പൊ പറയൂ എന്തെന്ന്? നോ പപ്പ. എന്താണ്? നോ പപ്പ. നിങ്ങൾ നുണ പറയാറുണ്ടോ? നോ. നോ മീൻസ് എന്താ പറയേണ്ടത്? നോ നോ മീൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദിക്കുന്നു ടെല്ലിംഗ് ലൈസ്. നോ പപ്പ. ഓപ്പൺ യുവർ മൗത്ത്. എന്താണ്? ഓപ്പൺ യുവർ മൗത്ത്. ഓൾ ആർ ഓപ്പൺ യുവർ ബുക്ക്. ഓൾ ആർ ഓപ്പൺ യുവർ ബുക്ക്. ഓക്കെ, ഓപ്പൺ യുവർ ബാഗ്. ഓപ്പൺ യുവർ ഐസ്. ഓപ്പൺ എന്ന വാക്ക് പഠിക്കുന്നു നമ്മൾ അല്ലേ? എന്തൊക്കെ പഠിച്ചു ഈ റൈമിലെ? ജോണി ജോണി യെസ് പപ്പ, ഈറ്റിംഗ് ഷുഗർ നോ പപ്പ,
telling lies, no papa. Open your mouth. Ha ha ha. അപ്പൊ open എന്ന് പറഞ്ഞാൽ തുറക്കുന്നു. എന്താ തുറക്കാൻ പറഞ്ഞിരിക്കുന്നേ? Open your mouth. അപ്പൊ നിങ്ങളോട് മിസ് ക്ലാസ്സിൽ പറയുന്നു open your lunch box, open your bag, open your hand. All are open എന്ന വാക്ക് പഠിച്ചു. Okay, are you ready to all words today? Okay, first നാം മിസ് പഠിച്ചത് എന്താണ്? Are you sleeping? നിങ്ങൾ ഉറങ്ങുകയാണോ? നിങ്ങൾ വീട്ടിലെ അമ്മമാരോട് ചോദിക്കുകയാണ് Are you cooking, mama? നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യുകയാണോ? പപ്പോട് എന്ത് ചോദിക്കും? Are you working? Are you ready to go to school? എല്ലാവരും സ്കൂളിൽ പോകാൻ റെഡി ആണോ? അങ്ങനെയൊക്കെ ചോദിക്കണമെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ ചെറിയ ചെറിയ സെന്റൻസ് പഠിക്കണം. Are you ready to sing? നിങ്ങൾ പാട്ട് പാടാൻ തയ്യാറാണോ? Are you ready to go to school? നിങ്ങൾ സ്കൂളിൽ പോകാൻ റെഡി ആണോ? Are you go to school? Okay, next I will study a new rhyme. I like to go to school. Next rhyme ആണ് പുതിയ നിങ്ങൾ ബുക്കിലുള്ള പുതിയ റൈം ആണ് നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത്. അതിന്റെ പേരാണ് I like to go to school. I like to go to school. I like to go to school. Hey ho, daddy ho. I like to sing the song. I like to sing the song. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ റൈം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? സ്കൂളിൽ പോകാൻ നിങ്ങൾക്ക് വളരെ ആഗ്രഹത്തോടു കൂടി കാത്തിരിക്കുകയാണ്. അപ്പൊ കുട്ടികളെ എങ്ങനെയൊക്കെ വരിക സ്കൂളിലേക്ക്? ചിലര് ബസ്സിൽ വരും, ചിലർ നടന്നു വരും, ചിലര് സൈക്കിളിൽ വരും. ഓക്കെ, എന്തിനാ നമ്മൾ why did you go to school? നമ്മൾ എന്തിനാണ് സ്കൂളിൽ പോകുന്നത്? I can sing new song. I can play with friends. എന്തിനാണ്? നമ്മൾ കൂട്ടുകാരോടൊത്ത് അടിച്ചു പൊളിച്ച് കളിക്കാം, നമുക്ക് പാട്ട് പാടാം, കഥ പറയാം, ഒക്കെ ചെയ്യാം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മള് എന്തിനു പോണത്? സ്കൂളിൽ പോകുന്നത്. അപ്പൊ നിങ്ങള് സ്കൂളിന്റെ പിക്ചർ കണ്ടില്ലേ? നല്ല രസമായിട്ട് സ്കൂളുണ്ട്. അതില് സ്കൂളിന്റെ ഗാർഡൻ കണ്ടില്ലേ? ട്രീസ്, കുറെ മരങ്ങളുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. നമ്മൾ എന്തിനാ സ്കൂളിൽ വരുന്നത്? എന്തൊക്കെ ചെയ്യാം? സ്കൂളിലെ ടീച്ചേഴ്സിനായിട്ട് നന്നായി സംസാരിക്കാം, നല്ല തമാശകൾ പറയാം, പാട്ട് പാടാം, കഥ പറയാം. ഇതിനൊക്കെയാണ് നമ്മള് സ്കൂളിൽ പോകുന്നത്. പുതിയ ഡ്രസ്സും പുതിയ ബാഗും ഒക്കെ ആയിട്ട് നമ്മൾ സ്കൂളിൽ വരുന്നു. സ്കൂളിൽ നിന്ന് കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. കൂട്ടുകാരോടൊത്ത് നമ്മൾ എന്ത് ചെയ്യും? പാട്ട് പാടി കളിച്ച് നല്ല തമാശകളൊക്കെ പറഞ്ഞാണ് നമ്മള് സ്കൂളില് വരുന്നത്. അതിനാണ് സ്കൂളിൽ വരുന്നത്. അപ്പൊ ഒന്നും കൂടി നമ്മൾ ഈ റൈം നമ്മൾ പറയാം. I like to go to school. I like to go to school. Hey ho, daddy ho. I like to go to school. I like to sing new song. I like to sing new song. Hey ho, daddy ho. I like to sing the new song. I like to sing the new song. ഈ റൈംസ് 4 ലൈൻ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. മീൻസ് വീണ്ടും ഒന്നും കൂടി പഠിച്ച റൈംസ് ഒക്കെ വീണ്ടും ഒന്നും കൂടി പറയാം. ഫസ്റ്റ് നമ്മള് Johnny, Johnny is Papa, eating sugar, no Papa, telling lies, no Papa, open your mouth, ha ha ha. ഇതൊന്നും നമ്മൾ എന്താ പഠിച്ചത്? മിസ് നിങ്ങളുടെ പേര് വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് മറുപടി പറയണം? യെസ് യെസ് എന്നാണ് വിളി കേൾക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ മലയാളം ഇംഗ്ലീഷ് സ്കൂളിലല്ലേ പഠിക്കണേ. അപ്പൊ അതുകൊണ്ട് നിങ്ങള് യെസ് എന്നാണ് വിളി കേൾക്കുക. അപ്പൊ ജോണിയിലെ പപ്പ ജോണിയെ വിളിച്ചപ്പോ എന്താണ് മറുപടി പറഞ്ഞത്? യെസ് യെസ് പപ്പ, യെസ് പപ്പ. മിസ് പേര് വിളിക്കുന്ന ഓരോരുത്തരുടെ പേര് സമാ മറിയം, യെസ് മിസ് എന്നാണ് വിളി കേൾക്കുന്നത്. അടുത്ത മുഹമ്മദ് ആദിൽ എന്താ വിളിക്കുക? എന്താ കേൾക്കേണ്ടത്? മറുപടി പറയാം യെസ് യെസ് മിസ്. ഓക്കെ, യെസ് മിസ്. ആർ യു ആബ്സെന്റ് ടുഡേ ഇൻ ദ ക്ലാസ്? ആരെങ്കിലും ഇന്ന് ആബ്സെന്റ് ഉണ്ടോ? നോ. ഇല്ലെങ്കിൽ എന്ത് പറയണം? നോ. All are eat breakfast today. All are eat breakfast today. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? നോ. എല്ലാരും കഴിച്ചില്ലേ? ആരെങ്കിലും കഴിക്കാത്തതുണ്ടോ? ഉണ്ടെങ്കിൽ നോ പറയാം, അല്ലെങ്കിൽ യെസ് എന്ന് പറയാം. അപ്പൊ ജോണി ജോണി എന്ന റൈമിൽ നിന്ന് നമ്മൾ എന്താണ് പഠിച്ചത്? യെസ് എന്ന വാക്ക് പറയാൻ പഠിച്ചു. പിന്നെന്താണ് പഠിച്ചത്? നോ എന്ന് പറയാനും പഠിച്ചു.
next rhyme. Are you sleeping? നിങ്ങൾ എന്തെങ്കിലും ആരോടെങ്കിലും ചോദിക്കണമെങ്കിൽ are you sleeping? നീ ഉറങ്ങാണോ? or wake up early. എന്നിട്ട് എന്ത് ചെയ്യണം? brush your teeth. First brush ചെയ്യണം and then എന്ത് ചെയ്യണം? wash your face. എന്ത് ചെയ്യണം? wash ചെയ്തു. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? take bath. നന്നായി കുളിച്ച് എന്നിട്ട് എന്ത് ചെയ്യണം? clean dress, wear clean dress and eat breakfast and just 4 or 2 minutes or pray to God and sit for study. എന്ത് ചെയ്യണം? രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ കുളിച്ച് ബ്രഷ് ചെയ്ത് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഭക്ഷണം കഴിച്ച് വേണം നമ്മള് പഠിക്കാനിരിക്കാൻ. അതാണ് എന്നും ചെയ്യേണ്ട ശീലങ്ങൾ. അത് കഴിഞ്ഞ് are you sleeping-ലെ ഉറങ്ങുന്ന കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. are you sleeping? അതുവഴി നമുക്ക് വേറൊരു സെന്റൻസ് നമുക്ക് പഠിക്കാം. are you ready to go to school? സ്കൂളിൽ പോകാൻ ശരിയായോ? are you cooking? നീ കുക്കിംഗ് ചെയ്യാണോ? അമ്മ കുക്കിംഗ് ചെയ്തു കിച്ചണിലെ നിങ്ങള് വർക്ക് ചെയ്യാണോ? അപ്പോടെ എന്ന് ചോദിക്കും are you working? അപ്പോ ഒരു സെന്റൻസ് നമ്മൾ റൈം പഠിക്കുമ്പോൾ നമ്മൾ അതിലൂടെ ഓരോ സെന്റൻസിലും കുറച്ച് വാക്കുകളൊക്കെ വെച്ച് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുകയാണ് നമ്മൾ തുടക്കത്തിൽ. അപ്പൊ are you sleeping? are you sleeping? are you ready to go to school? are you working? are you cooking? are you writing? are you drinking? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ ഒരു വാക്കിൽ നിന്ന് പഠിക്കാൻ പറ്റും. are you sleeping? are you sleeping? brother John, sister ബ്രദറിനോട് ചോദിക്കുകയാണോ? നീ ഉറങ്ങുകയാണോ? are you sleeping? നീ ഉറങ്ങുകയാണോ? wake up mom, wake up ready, വേഗം എഴുന്നേൽക്കൂ. are you sleeping? are you ready? are you sleeping? are you sleeping? brother John, morning bells are ringing, morning bells are ringing, ding dong bell, ding dong bell. Okay, ഈ റൈം നമ്മൾ പഠിച്ചു. എന്തൊക്കെ പഠിച്ചു? യെസ് പഠിച്ചു, നോ പറയാൻ പഠിച്ചു, are you വെച്ച് വാക്കുകൾ പറയാൻ ചെറിയ ചെറിയ വാക്കുകൾ പഠിച്ചു. നെക്സ്റ്റ് I will go to, I like to go to school. I like എന്ന വാക്കിലെ like എന്നെ ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടമാണ്. I like to go to school. എനിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമാണ്. അതിൽ നിന്നൊരു പുതിയൊരു വാക്കാണ് like. like എന്ന് പറഞ്ഞാൽ ഇഷ്ടം. are you like me? എന്നെ നിനക്ക് ഇഷ്ടമാണോ? അതുപോലെ നിനക്ക് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാം. are you like to go to school? നിനക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമാണ്. are you writing? like to write എഴുതാൻ ഇഷ്ടമാണോ? are you like drawing, painting? അങ്ങനെ like എന്ന വാക്കുകൊണ്ട് നമ്മൾ ഒരുപാട് വാക്കുകൾ പറയാൻ നമ്മൾ പഠിക്കുന്നു. I like to go to school. hey ho, നമ്മള് ഉല്ലാസത്തിനൊക്കെ ഉല്ലാസയാത്ര, അതായത് ടൂറൊക്കെ പോകുമ്പോൾ നമ്മൾ പറയാറില്ലേ hey, അതാണ് സ്കൂളിൽ വരുമ്പോ ഉത്സാഹം, അതായത് സന്തോഷ പ്രകടനത്തിന്റെ ഒരു വാക്കാണ് hey ho, the dairy ho എന്ന് പറയുന്നത്. I like to sing new song. എനിക്ക് പുതിയ പാട്ട് പാടാൻ ഇഷ്ടമാണ്. ആകെ 2 വരിയാണ് അതിൽ പഠിക്കാനുള്ളത്. ആകെ 2 lines ആണ് പഠിക്കാനുള്ളത്. ഒന്ന് I like to go to school. എനിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമാണ്. I like to go to school. 2 ലൈൻ പഠിഞ്ഞു. hey അത് അത്ര വലിയ വാക്കൊന്നുമല്ല. hey ho, the dairy ho. അത് നമ്മുടെ സന്തോഷത്തിനെ പ്രകടിപ്പിക്കുന്ന ഒരു ലൈനാണ്. hey ho, the dairy ho. അപ്പൊ ആ ലൈനും പഠിക്കും. I like to go to school. I like to go to school. hey ho, the dairy ho. I like to go to school. അപ്പൊ 4 ലൈൻ കഴിഞ്ഞു. I like to go to school. I like to go to school. I like to go to school. hey ho, the dairy ho. I like to go to school. അപ്പൊ 4 ലൈൻ പഠിച്ചു. വീണ്ടും മിസ് പറയുന്നു. I like to go to school. I like to go to school. hey ho, the dairy ho. I like to go to school. ലൈൻ കഴിഞ്ഞു. അടുത്ത സ്റ്റാൻസ് പറയാണ് I like to sing new song. എപ്പോഴും നമ്മള് ന്യൂ സോങ് ആണ് സ്കൂളിൽ വരുമ്പോൾ നമ്മൾ പഠിക്കുന്നത്. I like ഇഷ്ടമാണ് എനിക്ക്. sing new song, പുതിയ പാട്ട് പാടാനാണ് എനിക്കിഷ്ടം. I like to sing new song. I like to sing new song. new എന്ന് പറഞ്ഞാൽ പുതിയത്.
I like to sing a song. Hi ho the dairy ho, I like to sing the song. I like to sing the song. I like to sing the song. ഇതിലെ ഇത്രയും ലൈൻ പഠിച്ചു കഴിഞ്ഞ് നമ്മൾ ഇതിലെ 4 ലൈനാണ് നിങ്ങൾ ഇനി മിസ്സിനെ പഠിച്ച് നിങ്ങൾ സെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ all are happy now today. Hi, see you next day. Bye.